പാരമ്പര്യ വിശ്വാസത്തെ പുറത്ത് ജനിച്ചു പോയവർ അവർക്ക് എങ്ങനെയാണ് ക്രിസ്തുവിൽ എന്തുമാത്രം ആൾക്കാരാണത് അറിഞ്ഞിരിക്കണേ. അവർക്ക് കർത്താവിൻ്റെ വചനം വേറൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതാണെന്നറിയാമോ? അത് എഫേസ്യൻസ് വായെടുത്ത് 1:13-14. അതായത് യേശുവിൽ അവൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ വിശ്വാസം കൂടെ തന്നെ അവനെടുക്കുന്ന ഒരു ആത്മസ്നാനത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രീകരണം. അതിപ്പുറം ഒരു പുതിയ വാതിലാണ് പൗലോസ് ചെയ്യണത്. വായിച്ചത് ജീവിതത്തിൻ്റെ പുറത്തും നിത്യരക്ഷയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആഗ്രഹിച്ച് എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കണം, മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ക്രിസ്തുവിൻ്റെ ദൈവിക ജീവൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ് ഉള്ളത്. സാക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹനമായിരിക്കും കിട്ടുന്നത്. അതൊരു സഹനത്തിന് ന്യായസ്ഥാനം പോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതെന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മൾ കാഴ്ചവെക്കും. കാഴ്ചവെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും തരത്തിലൊരു സഹനം വന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുത്തി നമ്മുടെ സഹനത്തെ മാറ്റണം. അപ്പം നമ്മൾ അങ്ങനെ മാറ്റിയാൽ നമ്മൾ പരാതിപ്പെടത്തില്ല. നമ്മൾ ഉപയോഗിച്ചവർ ക്ഷമിക്കും. നമ്മൾ ക്രിസ്തീയ ക്ഷമയെന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് ജ്ഞാനസ്ഥാനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. സഹനം തരുന്ന ആൾക്കാരെ അതിലൂടെയാണ് നമുക്ക് നിത്യരക്ഷ നേടിയെടുക്കാൻ കഴിയണത്. അതിമനോഹരമാണ്. അപ്പോൾ ഒന്നിനും വിഷമിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചാൽ ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്തിട്ട് പരമാവധി, ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, പതുക്കെ ഞങ്ങളും ഇപ്പോൾ പൗലോസ് പറഞ്ഞില്ലേ, ഞങ്ങൾ പോലും വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, എന്ന് നിങ്ങൾ വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പൗലോസ് പറയുന്നില്ലേ. അപ്പം അതൊരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ആത്മാർത്ഥത കണ്ടെത്തിയിട്ട് നമ്മളെ തക്ക സമയം സഹായിക്കും.